ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഗോവയിലെ നമ്മുടെ അടുത്തൊരു മനോഹരമായ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ നമ്മളിത് ഹോട്ടലിൽ നിന്ന് റെഡി ആയിട്ട് ഇറങ്ങുകയാണ്. പിന്നെ ഇന്നത്തെ നമ്മളുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുട്ടി ഷോപ്പിങ്ങിനാണ് കേട്ടോ. നാട്ടിൽ നിന്ന് പോരുമ്പോൾ നമ്മൾ വാമിക്കുട്ടിയുടെ അധികം ടോയ്സ് ഒന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നാക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ടോയ്സ് നമുക്ക് മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്നതാണ്. ഇതാ ഇവിടെ അച്ഛനും മോളും കൂടെ ടോയ്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ചെന്നാലും കുറേ കാറ് അതൊക്കെ മതി. ഞാൻ നല്ല നല്ല ഡോളും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുമ്പോൾ അതൊന്നും വേണ്ട. അവർക്ക് കുറേ കാറ് ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ അതൊക്കെ മതി ആക്ക്. ഞാനൊക്കെ ആണെങ്കിൽ ഈ റോളൊക്കെ വാരി എടുത്തേനെ. എനിക്കിതൊക്കെയാണ് കേട്ടോ ഇഷ്ടം. പക്ഷെ ആക്ക് കുറച്ചും കൂടെ വേറെ ലെവൽ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ വാമിക്കുട്ടിയുടെ ടോയ്സിന്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്തായിട്ട് എത്തിയിരിക്കുന്നത് പർവോറിയം ഏരിയയിലുള്ള ഒരു വൈൻ ഷോപ്പിലേക്കാണ് കേട്ടോ. അയ്യോ, നമ്മൾ കൊച്ചുകുട്ടിയും കൊണ്ട് വൈൻ ഷോപ്പിലേക്ക് വന്നെന്ന് വിചാരിച്ച് ആരും നെറ്റി വിളിക്കേണ്ട. നമ്മൾ വാങ്ങിക്കാനോ ഉപയോഗിക്കാനോ ഒന്നും വേണ്ടി വന്നതല്ല കേട്ടോ. ഗോവയിലെ ഇങ്ങനെയുള്ളൊരു വലിയ ഷോപ്പുകളുടെ കൗതുകം ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടി മാത്രം കയറിയതാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും കളക്ഷൻസ് ഉള്ള ഇത്രയും വെറൈറ്റി ആയ ഒരു ലിക്കർ ഷോപ്പ് കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കാണുന്ന ഇതിലുള്ള ഒരു കടയേ അല്ല കേട്ടോ ഇത്. ഒരു ആർട്ട് ഗാലറിയിൽ പോയ പോലെയാണ് എനിക്ക് തോന്നിയത്. കണ്ട് അത്ഭുതപ്പെട്ടു പോയി. അക്കണക്കിനുള്ള ഒരു കളർഫുൾ ആയ കട, നല്ല ക്യൂട്ടായിട്ടുള്ള ബോട്ടിലുകൾ, കേക്കിൻ്റെ മോഡലിലും ക്രിസ്മസ് ട്രീയുടെ ഒക്കെ മോഡലിലും ഒക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ. കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി കേട്ടോ. ലിക്കർ എന്നതിനേക്കാൾ ഉപരി ആ ഒരു ബോട്ടിലിൻ്റെയും ഷോപ്പിൻ്റെ ആ ഒരു ഡെക്കറേഷനും വൈബും ഒക്കെ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്ന് കയറിയത് തന്നെ. ചില ബോട്ടിലുകളുടെ ഒക്കെ ഭംഗിയും ആ ഒരു ക്യൂട്ട്നെസ്സും ഒക്കെ കണ്ടിട്ട് ഇത് മേടിച്ചാലോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി കേട്ടോ. ദേ കടയുടെ മുമ്പിൽ തന്നെ ജോണി വാക്കറുടെ ഒരു പ്രതിമയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഈ ഒരു ഷോപ്പാണെങ്കിലും ബോട്ടിലാണെങ്കിലും ഒക്കെ കാണാനൊക്കെ ഉള്ള ഒരു ഭംഗിയും ക്യൂട്ട്നെസ്സും ഒക്കെ നമുക്ക് നല്ല സന്തോഷം തരും കേട്ടോ. പക്ഷെ എന്നൊരു ആരും വാങ്ങി ഉപയോഗിക്കൊന്നും വേണ്ട, അത് തീരെ സന്തോഷം തരില്ല. അങ്ങനെ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ സന്ധ്യ ആയപ്പോഴത്തേക്ക് തിരിച്ച് ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ രാത്രി ഒരു വെറൈറ്റി ആക്കാന്ന് വെച്ചാൽ നമ്മളിത് നേരെ ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോവാണ് കേട്ടോ. രാത്രിയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വൈബല്ലേ ഇതൊക്കെ. അപ്പം അങ്ങനെ ഇന്നത്തെ രാത്രി ഒരു വെറൈറ്റി ആക്കാൻ വേണ്ടി നമ്മളിത് സ്വിമ്മിംഗ് പൂളിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ സ്വിമ്മിംഗ് പൂളിലെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളെന്താ നേരെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും രാവിലെ വാങ്ങിയ ടോയ്സ് ഒക്കെ വാമിക്കുട്ടി ഓരോന്നായിട്ട് വെച്ച് കളിക്കാൻ തുടങ്ങി കേട്ടോ. പ്രത്യേകിച്ച് ആ വരയ്ക്കുന്ന ആ ഒരു ബോർഡൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ എന്തൊക്കെയോ വരച്ചും കുറിച്ചും ഇരിപ്പുണ്ട് ഇവിടെ. അപ്പൊ ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.